അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വിശേഷമെല്ലാം എന്തൊക്കെയാ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. കുറച്ച് ഗ്രോസറി എല്ലാം വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെ വാങ്ങാനുള്ളൂ. എന്നാൽ ഞാൻ വിചാരിച്ച് അത് ഇങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല നേരം പിന്നെ 10:30 ആയിന് ഇറങ്ങുമ്പോൾ തന്നെ ഞാനും ബ്രദറും മോളുമാണ് പോകുന്നത്. ഷംനാസ്ക ഇല്ല കേട്ടോ. ഷംനാസ്ക എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഷംനാസ്ക എന്നാണ് വിളിക്കൽ. ഒരു ഡ്യൂട്ടി ആയിട്ട് ദുബായിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അവിടെ താമസിച്ച് നാളെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഇക്കാക്കയും മോളും കൂടി അങ്ങനെ നെസ്റ്റോയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളെ ഏരിയയിൽ തന്നെ ഉള്ളൊരു നെസ്റ്റോ ഉണ്ട്. ആടെയാണ് എപ്പം പർച്ചേസ് ചെയ്യാനെല്ലാം പോക്ക്. ഇത് ലക്കി സെൻറ്റർ. ഇവിടെയും പോക്കുണ്ട് ഇടക്കിടക്ക്. നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ ഈ ലക്കി സെൻറ്ററിൽ. ആ കാണുന്നതാണ് 1 to 20 ഷോപ്പ്, ഗിഫ്റ്റ് മാർട്ട്. ആടെയും പോക്കുണ്ട് കേട്ടോ. ഞാൻ എപ്പം പോക്ക് എൻ്റെ ഏച്ചിൻ്റെ ഒപ്പരാണ്. ഏച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ നെയ്ബറാണ് കേട്ടോ. ഞാൻ ഏച്ചിനെ വിളിക്കൽ. അപ്പം ഞാനും ഏച്ചിയാണ് എപ്പോഴും ഗ്രോസറി വാങ്ങാൻ. കുറേ ദിവസമായി കേട്ടോ ഞാൻ ഒരുമിച്ച് പോകാത്ത. എന്താണെന്ന് വെച്ചാൽ ഏച്ചിക്ക് ഇപ്പം കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ബിസിയാണ്. അതുകൊണ്ട് അങ്ങനെ പോകാനുള്ള അവസരങ്ങളൊന്നും കിട്ടലില്ല. അങ്ങനെ നമ്മൾ നെസ്റ്റോൻ്റെ ഇരിയത്തെത്താനായിട്ടാ. ആ കാണുന്നതാണ് നെസ്റ്റോ. ഈ നെസ്റ്റോൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഇത് നമ്മൾ തറവാട് എന്നാണ് പറയൽ. എന്താണെന്ന് വെച്ചാൽ ഞാനും ഏച്ചി എപ്പോൾ പോകുന്നത് ഇവിടെ തന്നെയാണ്. ഇത് തുറക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും കേട്ടോ. മോള് ഇടയ്ക്ക് ബസ് കിട്ടാണ്ടാകുമ്പോൾ ഞാൻ ഏച്ചിൻ്റെ ഒപ്പര പോക്ക്. ഏച്ചിൻ്റെ മോളും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ വെജ്മി വേണ്ട. അങ്ങനെ നമ്മളെപ്പോഴും നെസ്റ്റോയിലെല്ലാം പോയിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ വെജ്മിന്ന് ഫുഡെല്ലാം കഴിക്കും കേട്ടോ. അപ്പുറത്ത് കാണുന്ന ടേസ്റ്റി നോട്ട്സാണ്. അധികം നമ്മൾ വെജ്മിയിൽ തന്നെയാണ് കയറൽ. വെജ്മിയിൽ കയറിയിട്ട് രാവിലെ ആണെങ്കിൽ ചായയും മസാല ദോശയും കഴിക്കും. അല്ലെങ്കിൽ വൈകുന്നേരമായിട്ടാണെങ്കിൽ ചായയും സ്നാക്സും കഴിക്കും കേട്ടോ. അങ്ങനെ ഒരു ട്രോളിയെല്ലാം എടുത്ത് നമ്മളിങ്ങനെ പോക്ക് തുടങ്ങി കേട്ടോ. വീടിനൊന്നും കാര്യമായിട്ടൊന്നും അങ്ങ് വാങ്ങാനില്ല. നമുക്ക് കുറച്ച് പാല് വാങ്ങാനുണ്ട്, മുട്ട വാങ്ങാനുണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ വാങ്ങാനുള്ള. ഇത് ജെർഫിലുള്ള നെസ്റ്റോ കേട്ടോ. ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അധികം ബാച്ചിലേഴ്സാണ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ സാധനങ്ങളും ഏടിയ വെച്ചിരുന്നെല്ലാം എനക്കും ഏച്ചിക്കും കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ അത്രക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വന്നാൽ കുറേ വർത്താനെല്ലാം പറഞ്ഞ് എല്ലാ സാധനങ്ങളെല്ലാം കണ്ട് വെറുതെ ചുറ്റിക്കറങ്ങി അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോക്ക്. നമുക്ക് എപ്പോഴെങ്കിലും 1-2 സാധനമെല്ലാം മേടിക്കാനുണ്ടാവും. പക്ഷേ ഏച്ചിൻ്റെ ഒപ്പം പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്. വർത്താനെല്ലാം പറഞ്ഞ് പതുക്കെ, ഒന്നും തിരക്കൊന്നുമില്ലല്ലോ, നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉണ്ടാവും. അതുകൊണ്ട് പതുക്കെ എല്ലാം കണ്ട് ചുറ്റിക്കറങ്ങി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകട്ടാ. ഇതെല്ലാം കാണാനും അറേഞ്ച് ചെയ്തിട്ടുള്ളതെല്ലാം കാണാൻ നല്ല രസമില്ലേ? ഇത് കണ്ട വെളുത്തുള്ളി തോല് പൊളിച്ചിട്ട് വെച്ചേട്ടെ. ഇതെല്ലാം പാക്കറ്റാക്കിയിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇത് നല്ലൊരു ഓപ്ഷനാട്ടാ. ബത്തക്ക ഉണ്ട്. ഞാനൊരു ലിച്ചി എടുത്തേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഓൾറെഡി ചിക്കനും മൈദയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ കാന്താരിൻ്റെ വില കണ്ടോ നിങ്ങൾ? 49 ദിർഹംസാ. എന്താ അല്ലേ, നാട്ടിൽ വെറുതെ കിട്ടുന്ന സാധനം. അതും പുളിയും കണ്ട. നമ്മളെല്ലാം പുളി മരത്തുനിന്ന് എത്ര നിലത്ത് പോകുമ്പം എടുത്ത് തിന്നിട്ടുള്ള സാധനമാണ്. ഇതെല്ലാം പാക്കറ്റാക്കിയിട്ട് കാണുമ്പോൾ ഒരു രസമല്ലേ? അതുപോലെ ഇതാ സ്നാക്സിൻ്റെയും കേക്കിൻ്റെയും ഒരു എത്തിയരും എല്ലാം വേണമെന്നുണ്ട്. പക്ഷേ വേണ്ടാന്ന് വെച്ച്. അങ്ങനെ ഇതാ ഈ ഇലകൾ ഏരിയയിൽ കാണുമ്പോൾ നല്ല രസമില്ലേ അറേഞ്ച് ചെയ്തിട്ടെല്ലാം കാണാൻ. പച്ചച്ചീര ഉണ്ട്, ചുവന്ന ചീര ഉണ്ട്, അങ്ങനെ എല്ലാ ചീരയും ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടെല്ലാം കാണാൻ എന്താ രസമല്ലേ?
പലതരത്തിലുള്ള കളറെല്ലാമായിട്ട് നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, ഈ ക്രീം ബണ്ണ്. ഒരു ദിർഹംസേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വെറുതെ ഇതിൻ്റെ ഏരിയ തൊട്ടിയെല്ലാം പോയി. ഇത് പ്ലം കേക്കാട്ടോ, പിന്നെ അത് ബ്രെഡിൻ്റെ സെക്ഷനാണ്. ഇത് പിന്നെ സ്നാക്കിൻ്റെ സെക്ഷനാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാതരം കടിയും ഇവിടെയും കിട്ടും കേട്ടോ. ഇതാ ഈ ഒരു ബോക്സിന് 4.99 ദിർഹംസാണ്. ഇത് നിങ്ങൾക്ക് അറിയില്ലേ, ഇത് കാജ കേക്ക്. പണ്ട് ഇതെല്ലാം തിന്നുമ്പോൾ എന്ത് രസമല്ലേ ചായക്ക് കൂട്ടാൻ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ് കേട്ടോ ഇത്. മോളിങ്ങനെ ട്രോളി ഉന്തി നടക്കുന്നുണ്ട്. എനിക്ക് പാത്രങ്ങളോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് രസമല്ലേ കാണാനല്ല. ഞാൻ ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ ഈലൂട്ട ഇങ്ങനെ എപ്പം വന്നാലും ഞാൻ ഈലൂട്ട നടക്കും കേട്ടോ. ഇതെല്ലാം ഗ്ലാസ് ജാർ കേട്ടോ. ഇത് കണ്ട, ഇതുപോലത്തെ ഞാൻ ഒരു സെറ്റ് വാങ്ങിയിരുന്നു. ഒരു സെറ്റിൽ 2 എണ്ണം ഉണ്ടാകുക, 10 ദിർഹംസാണ്. നല്ല യൂസ്ഫുൾ കേട്ടോ. ഞാൻ നട്ട്സ് ഇട്ട് വെക്കാൻ മേടിച്ചതാണ്. നോൺ സ്റ്റിക്കിനെല്ലാം നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പിന്നെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല. ഇത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസാണ്. പക്ഷെ നമ്മൾ ട്രോളി ഉള്ളതുകൊണ്ട് തന്നെ ലിഫ്റ്റിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറി മുകളിലേക്കുള്ള ബട്ടനൊക്കെ കേട്ടോ. മോക്ക് ട്രോളി ഉന്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ടുകൂടാ. പിന്നെ അബിയേക്ക് മോളെന്നെ മുന്തിക്കോട്ട് ഓളൊരു സന്തോഷമല്ലേ. അങ്ങനെ ഡ്രസ്സിൻ്റെ സെക്ഷനെത്തി. ഇത് കണ്ട, ആണുങ്ങളെ ടീഷർട്ടിനൊക്കെ 10 ദിർഹംസേ ഉള്ളൂ കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടാവും ഡ്രസ്സിനെല്ലാം. കുട്ടികളുടെ ഡ്രസ്സെല്ലാം കണ്ട എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് കാണാൻ. നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അത് ജെൻസിൻ്റെ സെക്ഷനാണ്. ഞാനങ്ങനെ ഭാഗത്തേക്ക് പോക്കേയില്ല, നമ്മളെ ഏരിയയിലല്ലോ. ബോയ്സിൻ്റെ കളക്ഷനും നല്ലോണം ഉണ്ട് കേട്ടോ. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അഫോർഡബിൾ ആണ്. നല്ല മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് താനും. ഇതെല്ലാം ഓഫർ സെക്ഷനാണ് കേട്ടോ, ഡെയിലി വേഴ്സിൻ്റെ. ഇത് ഗേൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഡെയിലി വേഴ്സ് 18 ദിർഹംസിൻ്റെ ഉണ്ട്, 10 ദിർഹംസിൻ്റെ ഉണ്ട്, 20-ൻ്റെ ഉണ്ട്, 9-ൻ്റെ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഉണ്ട് കേട്ടോ. ഇത് നെയ്റ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഞാൻ അധികം ഇവിടുന്ന് തന്നെയാണ് നെയ്റ്റിയെല്ലാം മേടിക്കൽ. ഇപ്പോൾ ഒന്നും വേണ്ട, അതുകൊണ്ടൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ കുട്ടികളുടെ ഡെയിലി വേഴ്സ് കളക്ഷനെല്ലാം കണ്ട എന്ത് രസമല്ലേ. 10 ദിർഹംസിൻ്റെ എല്ലാം കുറേ ഉണ്ട് കേട്ടോ. ഡെയിലി വേഴ്സ് അത് 9-ൻ്റെ ഉണ്ട്, 12-ൻ്റെ ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഗേൾസിൻ്റെ ഫ്രോക്ക് നോക്കി എന്ത് രസമല്ലേ. അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, 10-ഉം 15-ഉം 20-ഉം അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് രസമല്ലേ കാണാൻ. അങ്ങനെ ഇതാ മെയിൻ ഏരിയയിലേക്ക് പോകുന്ന എൻ്റെ ഫേവറേറ്റ് സെക്ഷനാട്ടോ ഇത്. പക്ഷെ ഇന്ന് കാര്യമായിട്ട് എനിക്കൊന്നും വാങ്ങാനൊന്നും ഇല്ല. ടോപ്പും കാര്യങ്ങളെല്ലാം നല്ല റേറ്റ് കുറവിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ വാങ്ങിയോണ്ട് തന്നെ ഇന്നൊന്നും വാങ്ങുന്നൊന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ട് പോന്നെയാട്ടാ. ഇതൊക്കെ 18 ദിർഹംസിൻ്റെ ടോപ്പാണ്. ലോങ് ഡ്രസ്സ് ഉണ്ട് 39-ന്, ഫർദ ഉണ്ട് 35-ന്, പൈജാമ സെറ്റാട്ടോ ഇത് 25 ദിർഹംസിന്. ടോപ്പും കാര്യത്തിനെല്ലാം 29-ഉം 25-ഉം അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നല്ല കുറച്ച് റേറ്റ് ഉള്ളതും ഉണ്ട്. ഡെയിലി വേഴ്സാണ് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായാലും കേട്ടോ. ഇത് കണ്ട, ഇത് 10 ദിർഹംസിൻ്റെ ഡെയിലി വെയറിൻ്റെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ.
ഈ കോഡ് സെറ്റ് കണ്ട നല്ല രസമില്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങേ തറ്റക്കുള്ള ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ്, പക്ഷെ വാങ്ങുന്നില്ല കേട്ടോ. ഇത് കുട്ടികളെ സെക്ഷനാണ്. ഹെയർ ആക്സസറീസും മാല വള അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബാഗിൻ്റെ ഏരിയ ആണ്. പണ്ടൊന്നും നമുക്ക് ബാഗ് അത്ര താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. ഇപ്പം ബാഗിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. പക്ഷെ ഇന്നൊന്നും വാങ്ങാനൊന്നും നിൽക്കുന്നില്ല. ഓൾറെഡി ഞാൻ 2 ആഴ്ച മുന്നേ ഒന്ന് വാങ്ങിയിന്. അതുകൊണ്ട് വെറുതെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്ത കേട്ടോ. ഇതിനൊക്കെ 29 ദിർഹംസേ ഉള്ളൂ. ഇതിന് 39, 30, 20 ഉണ്ട്, 49 ഉണ്ട്, 29 ഉണ്ട്, അങ്ങനെ പല റേഞ്ചിലുള്ള ഉണ്ട് കേട്ടോ. ഈ ബാഗ് കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, മോള് പ്രസവിച്ച് കഴിഞ്ഞേരം പിന്നെ ഇങ്ങനത്തെ ബാഗ് കൊടുത്തിട്ടേനു കേട്ടോ. കുറേ കാലം നടന്നേ. അതിലെന്ത് പമ്പേഴ്സ് വേണം, ഡ്രസ്സ് വേണം, വെള്ളം വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ വെക്കേണ്ടതുകൊണ്ട് അതാട്ടോ യൂസ്ഫുള്ള്. ഇനി നമ്മൾ ചെരുപ്പിൻ്റെയും ഷൂസിൻ്റെയും സെക്ഷനിലേക്കാട്ടോ പോകുന്നത്. ഇത് ഒരുപാട് ഓഫറിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ട മക്കൾക്ക് പറ്റിയ നല്ല ബാഗ് 10-12 ദിർഹംസല്ലേ ഉള്ളൂ കേട്ടോ. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ജെൻസിൻ്റെ സെക്ഷനാണ്. ഗേൾസിൻ്റെയും ലേഡീസിൻ്റെ അപ്പുറത്തുണ്ട്. ഇപ്പം ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ആയിട്ട് കുറേ ഓഫറും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ മോക്ക് ഓൾറെഡി ഞാൻ എല്ലാം വാങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. ഒരു ലഞ്ച് ബോക്സ് വാങ്ങുന്നുണ്ട്, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇതെല്ലാം ഓൾറെഡി ഓളടുത്തുണ്ട്. പിന്നെ ഇവർ സ്കൂളിൽ തന്നെ KG2 അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പെൻസില് അങ്ങനത്തെ ആക്സസറീസ് എല്ലാം ഇല്ലേ, അതെല്ലാം സ്കൂളിൽ തന്നെ കൊടുക്കും. ഈ ബാഗ് നല്ല രസമില്ലേ കാണാൻ, 29 ദിർഹംസ് കേട്ടോ. ഈ ബമ്മനെയൊക്കെ കണ്ട് ഈ ഡോളിനെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. പക്ഷെ ഭംഗി പോലെ തന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ചെറിയ സാധനത്തിന് തന്നെ എത്ര റേറ്റ് നോക്കിയേ. എന്തൊരു ക്യൂട്ടാല്ലേ കാണാൻ. ഇത് പിന്നെ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനാണ്. മാറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഈ കംഫർട്ടറിന് 49 ദിർഹംസ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഏടെ ചെടി കണ്ടാലും എൻ്റെ കണ്ണങ്ങോട്ടേക്കാണ് പോവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓർഗനൈസ് ചെയ്യാനും എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇപ്പം കണ്ട പെട്ടിയിലുള്ള പുതപ്പ് കണ്ടോ, അത് കാണുമ്പോൾ നമുക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ ഓർമ്മ വരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. നമ്മളെ റൂമിൽ അറയിൽ ഇതുപോലത്തെ ഒരു പെട്ടി ഇപ്പം മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ഒരുപാട് വാച്ചിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. വലിയക്ക് പറ്റിയതും കുട്ടിയൊക്കെ പറ്റിയതൊക്കെ. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ലാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.